ഇപ്പോഴും അവർക്കൊരു ശകലം ജീവനുണ്ടെങ്കിൽ പറയും എൻ്റെ ഭർത്താവല്ല ചെയ്തേന്ന് പറയും. വേറെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു ഭർത്താക്കന്മാരെ സ്നേഹിക്കത്തില്ല. നമ്മൾ വേറെ ആരാണെങ്കിൽ പോലും തിരിച്ചൊന്ന് തറുതലെങ്കിലും പറയുന്നൊരു ഇവരെ അത്ര പോലും പാവം പിടിച്ചൊരു സ്ത്രീ. എനിക്ക് തോന്നുന്നു ഈ ജീവൻ പോകുന്ന അയാൾ കണ്ടു നിന്ന് ആസ്വദിച്ചു കാണും. അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ, അത്രയ്ക്ക് ക്രൂരമായിട്ട് അവരിന്ന് കൊന്നത്. മാനസിക രോഗിയാണെന്നോ ഇനി ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരത്തില്ല. അയാൾക്ക് ഒരു മാനസിക രോഗവും ആണെന്ന് എല്ലാവരുമായിട്ട് സഹകരിക്കുന്നേ. പക്ഷെ സഹകരിക്കാൻ ഇയാൾ സമ്മതിക്കത്തില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന അയാൾ ഉപദ്രവിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇവരാരോടെങ്കിലും പറയുമെന്നുള്ള പേടി ഇങ്ങേർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബന്ധുക്കളെ പോലും ഫോൺ വിളിക്കുന്ന മരുമക്കളോട് ചോദിച്ചാൽ അറിയാം. ബന്ധുക്കളെ പോലും ഫോൺ വിളിക്കുന്ന ആയാലും ഒന്നും സമ്മതിക്കത്തില്ല. ആരും വരുന്നത് ഇഷ്ടമല്ല, വിളിക്കുന്ന ഇഷ്ടമല്ല. ഇവരെന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ ഇയാൾ ഒരു കടയിട്ട് താഴെ ഇരുന്നതാണ്. ആ കടയിൽ ഇരുന്നാൽ തന്നെ ഇയാൾ 100 വട്ടം കയറി ഇറങ്ങി ഇവിടെ നോക്കും. ഇവിടെ ആരെങ്കിലും ബന്ധുക്കളെ വിളിക്കുന്നുണ്ടോ, ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഈ വീടിന് ചുറ്റും കറങ്ങി നടന്ന് നോക്കും. എന്നിട്ട് ഇതെല്ലാം നമ്മളോട് ആ മരുമോളെ പറയുമ്പോൾ വിളിക്കുമ്പോൾ വിശേഷം അറിയാൻ വിളിക്കുമ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത്. അമ്മ അടുത്ത് പറയും ഇങ്ങനെ അടയേച്ചി വിളിക്കല്ലേ, വിളിക്കേണ്ട, പേടിയാ. പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്ന പോലെ ഒരു സംശയത്തിന്റെ ഒരു പ്രശ്നം സംശയം എന്നല്ല, ഇയാൾക്ക് സംശയം ഇതാ. വേറെ അങ്ങനെ എന്ന് വെച്ചാൽ ഇയാൾ ഇവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയരുത്. ആ ഒരു സംശയം. ഇവള് വിളിക്കുമ്പോൾ പറയുമോ കാര്യങ്ങൾ പറയും. ഇയാളെ എല്ലാവരുടെയും മുമ്പിൽ മാന്യനായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ തന്നെ ഈ വൈഫ് ഇത്രയും നാളും ചെയ്തത്. ഇപ്പോഴും അവർക്കൊരു ശകലം ജീവനുണ്ടെങ്കിൽ പറയും എൻ്റെ ഭർത്താവല്ല ചെയ്തേന്ന് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവം. എന്ത് വന്നാലും എൻ്റെ ഭർത്താവ് 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 എന്നും പറഞ്ഞുകൊണ്ട് മക്കളായാൽ പോലും ഈ ഇടയ്ക്ക് ഒരു 2 മാസം ആയില്ലെന്ന് തോന്നുന്നില്ലേ, 2 മാസം ആയില്ല, ഒരു പ്രശ്നം ഉണ്ടായി. ഈ അമ്മയുടെ ആങ്ങളെ എല്ലാവരും വന്ന് ചോദിക്കാൻ വന്നതാണ്. ചോദിച്ചപ്പോഴും ഇയാൾ അന്ന് കടയിലിരിക്കുക. കടയിലിരുന്ന് മദ്യപിക്കും, തയ്ച്ച് കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിച്ചിട്ട് ഇവിടെ വന്ന് ലാളെ ഉണ്ടാക്കും. അങ്ങനെ ഇടുക്കിയൊക്കെ ചെയ്ത് മോൻ വന്ന് അമ്മയെ വിളിച്ചതാ, വാ നിങ്ങളിവിടെ നിൽക്കണ്ട, വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞു. അന്നേരം ഇവരെൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് നിന്നതാ. എന്നിട്ട് അന്നേരം പറഞ്ഞ് വെട്ടും എന്ന് അയാൾ അന്നേരവും പറയുന്നുണ്ട്. അന്നേരം ചേട്ടൻ പറഞ്ഞത്, വലിയച്ഛൻ പറഞ്ഞു, നീ വെട്ടാനാണേ എന്നാൽ നീ വെട്ടിയിട്ട് നീ പിന്നെ ജീവനോട് ഇരിക്കുക. അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ ഇന്നലെ വൈകിട്ട് 6:30 വരെ ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിവിടെ വന്ന ഓണത്തിന് ഇന്നലെ ഞങ്ങൾ 6:30ക്കും ഇവിടുന്ന് 6:30 ആയി പോയപ്പോൾ അന്നേരം ഞങ്ങൾക്ക് ചോറും എല്ലാം വിളമ്പി തന്ന് സന്തോഷമായിട്ട് അയാൾ ഇതുപോലെ കസേരയിൽ ഇവിടെ ഇരിപ്പുണ്ട്. കൊച്ചുങ്ങളും എല്ലാവരുമായിട്ട് കാര്യം എടുക്കുക എല്ലാം ചെയ്തതാണ്. ആരും വിളിക്കരുത്, പറയരുത്, ബന്ധുക്കൾ ആരോടും വരരുത്. വന്നാലും ഇവരാരോടും ഒരു കുറ്റവും പറയത്തില്ല. പിന്നെ ഇപ്പോൾ ഈ മരുമക്കൾ വന്നതിന് ശേഷമാണ് അവള് ഇന്നാൾ ഈ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഇവരാരോടും ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ ചേട്ടൻ ഒന്നും ചെയ്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവൾ വീഡിയോ എടുത്ത് ബാക്കിയുള്ളവരെ കാണിച്ച് ഈ ആങ്ങളമാരെ കാണിച്ചപ്പോഴാണ് വിശ്വാസം. അന്നേരം ഒന്നും പറയാതെ എടുക്കാതെ നിന്നതുമല്ല. അത് അല്ലെങ്കിൽ അന്നേരവും പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഒന്നും ചെയ്തില്ലെന്ന്. അത്ര ഇതായിട്ട് വേറെ ഒരു സ്ത്രീ ഇതുപോലൊരു ഭർത്താക്കന്മാരെ സ്നേഹിക്കത്തില്ല. നമ്മൾ വേറെ ആരാണെങ്കിൽ പോലും തിരിച്ചൊന്ന് തറുതലെങ്കിലും പറയുന്നൊരു ഇവരെ അത്ര പോലും പാവം പിടിച്ചൊരു സ്ത്രീ. ഇയാൾ ഇത്രയും മൃഗീയമായിട്ട് അവരെ കൊല്ലുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇയാൾക്ക് അത്രയ്ക്ക് ധൈര്യം, ഇയാളത് ചെയ്തിട്ട് ധൈര്യമായിട്ട് അയാൾ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞേക്കുന്നു ഞാൻ ചെയ്തെന്ന്. എന്ത് അത്ര അഭിമാനത്തോടെ അയാൾ പോയി. എനിക്ക് തോന്നുന്നു ഈ ജീവൻ പോകുന്ന അയാൾ കണ്ടു നിന്ന് ആസ്വദിച്ചു കാണും. അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ, അത്രയ്ക്ക് ക്രൂരമായിട്ട് അവരിന്ന് കൊന്നത്. ഒരു അവർ രാവിലെ അവരുടെ ഇഷ്ടത്തിന് അയാളുടെ ഇഷ്ടത്തിന് നിന്ന് വെള്ളം അനത്തി കൊടുക്കുകയായാലും ചേട്ടന് മധുരം കൂടിയാൽ കുഴപ്പം, ചൂട് കുറഞ്ഞാൽ കുഴപ്പം, കൂടിയാൽ കുഴപ്പം, എല്ലാം കുഴപ്പം. അത്ര ഇതായിട്ട് അവർ നിന്ന് എല്ലാം ചെയ്തിട്ടും അവരുടെ അടുത്ത് ഇത് ചെയ്തെങ്കിൽ അയാൾ അത്രയ്ക്ക് വേറെ ഒരു കുഴപ്പമില്ല. അയാൾ ഇനി മാനസിക രോഗിയാണെന്നോ ഇനി ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരത്തില്ല. അയാൾക്ക് ഒരു മാനസിക രോഗവും ഇന്നലെ വൈകിട്ട് ഞാനിവിടെ ഒന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അയാൾക്ക് മാനസിക രോഗം ഒരു പ്രശ്നമില്ല. ഈ മദ്യപിച്ച് അതിന്റെ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഉണ്ടാകുന്നത്. മദ്യപാനമാണ് പ്രശ്നം. വലിയ മദ്യപാനം ഇല്ലായിരുന്നു, എന്നാലും മാനസിക രോഗം ഒരു തരത്തിലോട്ടും അയാൾക്കൊരു പ്രശ്നങ്ങളും ഇല്ല. അയാൾ കരുതി കൂട്ടി തന്നെ ഇത് ചെയ്തത്. അയാൾ എന്നെ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് അയാൾ മനഃപൂർവ്വം തന്നെ ചെയ്തതാ. അയാൾക്ക് ഒരു ദയയില്ലാതെ അയാൾ ചെയ്തു കഴിഞ്ഞു. സംശയരോഗമുണ്ട്. വർഷങ്ങളായിട്ട് അയാൾക്ക് സംശയരോഗമുണ്ട്. ആ സംശയരോഗത്തിന്റെ പ്രശ്നത്തിൽ ഇവരെല്ലാം പറയുന്നത് പോലെ തന്നെ ബന്ധുക്കളെല്ലാം തന്നെ അതീവ വിഷമത്തിലും ഒരു ഞെട്ടലും തന്നെ ആയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണി വരെയൊക്കെ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ എല്ലാവരും സന്തോഷത്തോടുകൂടി പിരിഞ്ഞിട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളെല്ലാം തന്നെ വളരെയധികം വിഷമത്തിലായിരിക്കുകയാണ്. കാര്യം ഒരു വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും, ചെറിയ പ്രശ്നങ്ങൾ പോലും അവർ ആരുടെടുത്തും പങ്കുവയ്ക്കാതെ അവരിങ്ങനെ സഹിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു സരസ്വതിയമ്മ. അവർക്ക് ഇത്തരത്തിൽ ഒരു ക്രൂരമായ ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏവരെയും വിഷമത്തിലാക്കുകയും ചെയ്യുന്ന കാര്യം. സുരേന്ദ്രൻപിള്ള നിലവിൽ പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഉടനെ തന്നെ പൂർത്തിയാക്കും. ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മടംശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.